IPL ത്രില്ലിംഗ് ക്ലൈമാക്സിൽ ധോണിപ്പടയ്ക്ക് 5ാം കിരീടം. 2 ദിവസം മഴ കളിച്ച IPL ഫൈനലിൽ അവസാന പന്തിലാണ് ചെന്നൈ ത്രസിപ്പിക്കുന്ന 5 വിക്കറ്റ് വിജയം സ്വന്തമാക്കിയത്. ഗുജറാത്ത് ടൈറ്റൻസിനെ തോൽപ്പിച്ചതോടെ 5 കിരീടങ്ങൾ സ്വന്തമാക്കിയ ക്യാപ്റ്റൻ എന്ന രോഹിത് ശർമ്മയുടെ റെക്കോർഡിനൊപ്പമെത്തി MS ധോണി. എന്ന IPL ഫൈനൽ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ധോണിപ്പടയ്ക്ക് മത്സരം ആരംഭിച്ചതിന് പിന്നാലെ എത്തിയ കനത്ത മഴയും കാറ്റും മത്സരം തടസ്സപ്പെടുത്തി. ഇതോടെ 15 ഓവറിൽ 171 പുതുക്കി നിശ്ചയിക്കപ്പെട്ട വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റേന്തിയ CSKയ്ക്കായി ഓപ്പണർമാരായ ഋതുരാജും കോൺവേയും തകർത്തടിച്ചു. 6 ഓവറിൽ സ്കോർ 72 റൺസ്. എന്നാൽ തൊട്ടടുത്ത ഓവറിൽ ഇരട്ട വിക്കറ്റുമായി സ്പിന്നർ നൂർ അഹമ്മദ് ഗുജറാത്തിനെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. പിന്നീടെത്തിയ അജിങ്ക്യ രഹാനെ ഗുജറാത്ത് ബൌളർമാരെ കണക്കിന് പ്രഹരിച്ചു. ബൗണ്ടറികൾ ഒന്നിനു പിറകെ ഒന്നായി പറന്നു. 13 ബോളിൽ നിന്ന് 27 റൺസ് എടുത്ത രഹാനയെ മോഹിത് ശർമ്മ മടക്കി. 12ാം ഓവറിൽ ശിവൻ ദുബെ റാഷിദ് ഖാനെ തുടർച്ചയായി 2 സിക്സറുകൾ പറത്തി കളി ചെന്നൈക്ക് അനുകൂലമാക്കി. മോഹിത്തിനെ തുടരെ സിക്സറിന് പറത്തി റായിഡുവും തന്റെ അവസാന മത്സരം അവിസ്മരണീയമാക്കി. 8 ബോളിൽ നിന്ന് 19 റൺസ് എടുത്ത റായിഡു മടങ്ങി. പിന്നാലെ എത്തിയ നായകൻ മഹേന്ദ്ര സിംഗ് ധോണിയെ വന്ന വേഗത്തിൽ തന്നെ മോഹിത് മടക്കി. ഇതോടെ ഗുജറാത്ത് കളി തിരിച്ചു പിടിച്ചു. പക്ഷേ ക്രീസിൽ ജഡേജ എന്ന വജ്രായുധം ദുബൈക്ക് കൂട്ടായി എത്തിയതോടെ തുടർച്ചയായ 2ാം കിരീടമെന്ന ഗുജറാത്തിന്റെ മോഹം അവസാനിച്ചു. അവസാന ഓവറിലെ അവസാന 2 ബോളും ബൗണ്ടറി പറത്തി രവീന്ദ്ര ജഡേജ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ വിജയനായകനായി. ഇതോടെ 5ാം കിരീടത്തിൽ മുത്തമിട്ട് IPLൽ ഏറ്റവും അധികം കിരീടം നേടുന്ന ടീമെന്ന മുംബൈ ഇന്ത്യൻസിന്റെ റെക്കോർഡിനൊപ്പം ധോണിയും സംഘവും എത്തി. മറുവശത്ത് സ്വന്തം ഗ്രൗണ്ടിൽ ഹർദിക്കിനും സംഘത്തിനും കണ്ണീരോടെ മടക്കം. സ്പോർട്സ് ഡെസ്ക് ന്യൂസ് 18. UDF നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. AI ക്യാമറ വിവാദത്തിലടക്കം സമരപരിപാടികൾ തീരുമാനിക്കും. ഫോണിന്റെ ഉദ്ഘാടനം ബഹിഷ്കരിക്കുമെന്ന് UDF വ്യക്തമാക്കിയിട്ടുണ്ട്. ഡാനി പോളാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാനി, നമുക്കറിയാം സെക്രട്ടേറിയറ്റ് വളയലടക്കമുള്ള സമരപരിപാടികൾ ഇപ്പോൾ കഴിഞ്ഞതേയുള്ളൂ. ഇനിയൊരു സമരത്തിലേക്ക് നീങ്ങുമ്പോൾ UDF ഏത് രീതിയിലായിരിക്കും അവരുടെ പ്രതിഷേധം ആസൂത്രണം ചെയ്യുക? എന്തൊക്കെയാണ് ഇന്നത്തെ UDF നേതൃയോഗത്തിൽ അജണ്ട? അശ്വതി, പ്രധാനമായും തന്നെ സമരപരിപാടികളുമായി മുന്നോട്ട് നീങ്ങുക എന്ന ഒരു ആശയത്തിൽ തന്നെയാണ് UDF നേതൃത്വം മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഈ സെക്രട്ടേറിയറ്റ് വളയൽ സമരം അടക്കമുള്ള കാര്യങ്ങൾ, ഇത് വലിയ പങ്കാളിത്തമുണ്ടായിരുന്നു, പ്രവർത്തകരുടെ പങ്കാളിത്തമുണ്ടായിരുന്നു. സമരം ശ്രദ്ധിക്കപ്പെട്ടു. അതുകൊണ്ട് ആ രീതിയിലുള്ള സമര പരിപാടികൾ കൂടുതൽ ഏകോപനം വേണം. മാത്രവുമല്ല, നിലവിലുള്ള സമര പരിപാടികൾ കുറച്ചുകൂടി കടുപ്പിക്കുക എന്ന അടക്കമുള്ള കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്യും. പ്രത്യേകിച്ച് ഈ സമരത്തെ അല്ലെങ്കിൽ ഈ വിഷയത്തെ യഥാർത്ഥത്തിൽ സർക്കാർ മന്ത്രിമാരോ ആരും തന്നെ അഡ്രസ് ചെയ്യുന്നില്ല. മുഖ്യമന്ത്രി പോലും ഇക്കാര്യത്തെ സംബന്ധിച്ച് യാതൊരു പ്രതികരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങുമെങ്കിൽ മാത്രമേ ഇത്തരം സമരങ്ങളിൽ കൊണ്ട് അർത്ഥമുണ്ടാകൂ എന്ന രീതിയിലുള്ളൊരു വിലയിരുത്തൽ പൊതുവിൽ UDF ക്യാമ്പിൽ തന്നെയുണ്ട്. അതുകൊണ്ട് ഈ AI ക്യാമറ വിവാദത്തിലടക്കം സമരപരിപാടികളുമായി മുന്നോട്ട് പോകും. ഒപ്പം ഈ ഫോൺ അതിന്റെ ഉദ്ഘാടനം അടക്കമുള്ള കാര്യങ്ങൾ ബഹിഷ്കരിക്കാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബഹിഷ്കരിക്കുക, അതോടൊപ്പം തന്നെ പ്രതിഷേധിക്കുക തുടങ്ങിയ കാര്യങ്ങളടക്കം മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, കൂടുതലായും തന്നെ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പ്രാഥമികമായ ഒരു ചർച്ചകൾ ഇതിലുണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഈ കോൺഗ്രസിന് അകത്ത് തന്നെ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, അത് മുന്നണിയെ അസ്ഥിരപ്പെടുത്തുന്ന രീതിയിലേക്ക് അടക്കം കാര്യങ്ങൾ പോകരുത്. പ്രത്യേകിച്ച് ശശി തരൂരിന്റെ അടക്കമുണ്ടായ പരാമർശങ്ങൾ, ഇതെല്ലാം തന്നെയും അത് ആ രീതിയിൽ തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടേണ്ടതാണ് എന്നതടക്കമുള്ള ഒരു വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് പുനഃസംഘടനയുടെ ഭാഗമായി തെരഞ്ഞെടുപ്പ് ഉപസമിതി തയ്യാറാക്കിയ ബ്ലോക്ക് ഭാരവാഹികളുടെ പട്ടിക KPCC നേതൃത്വത്തിന് ഇന്ന് സമർപ്പിക്കും. തർക്കം നിലനിന്നിരുന്ന 80 ബ്ലോക്കുകളുടെ കാര്യത്തിൽ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ചർച്ച നടത്തിയാണ് തീരുമാനമെടുത്തത്. 280 ബ്ലോക്ക് ഭാരവാഹികളുടെ പട്ടികയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരാഴ്ചയ്ക്കകം പുനഃസംഘടന മുഴുവൻ പൂർത്തിയാക്കാനുള്ള നീക്കമാണ് നടത്തുന്നതെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിശദീകരണം. KPCC ആസ്ഥാനത്ത് KSU സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിനിടെ ഉണ്ടായ കയ്യാങ്കളിയിൽ കമ്മീഷനെ നിയോഗിച്ചേക്കും. വിഷയം മാധ്യമങ്ങളിലൂടെ വാർത്തയായതിൽ പാർട്ടി നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. അതേസമയം മുതിർന്ന നേതാക്കൾ ആരും വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. മാധ്യമങ്ങളിൽ വാർത്ത വരാനിടയായ സാഹചര്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതടക്കം
കമ്മീഷന്റെ പരിഗണനയിൽ വന്നേക്കുമെന്നാണ് സൂചന. സംസ്ഥാനത്തെ തദ്ദേശ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. 2 കോർപ്പറേഷൻ വാർഡുകളടക്കം സംസ്ഥാനത്തെ 9 ജില്ലകളിലെ 19 തദ്ദേശ വാർഡുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. തിരുവനന്തപുരം മുട്ടട, കണ്ണൂരിലെ പള്ളിപ്രം എന്നിവയാണ് കോർപ്പറേഷൻ വാർഡുകൾ. ഇതിനു പുറമെ 2 മുനിസിപ്പാലിറ്റി, 15 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. സംസ്ഥാന സർക്കാരിന്റെ 2ാം വാർഷികത്തിനും പ്രതിപക്ഷ പ്രക്ഷോഭങ്ങൾക്കുമിടെയാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. അഗ്രികൾച്ചർ പ്രൊമോഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 9ാമത്തെ മാംഗോ ഫെസ്റ്റിന് മറൈൻ ഡ്രൈവിൽ തുടക്കമായി. ഇന്ത്യക്കകത്തും പുറത്തുമായി ലഭിക്കുന്ന 100 വ്യത്യസ്ത ഇനത്തിലുള്ള മാമ്പഴങ്ങളാണ് വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുള്ളത്. അൽഫോൺസ, മാൽഗോവ, ചക്കരക്കുട്ടി, നീലം എന്നിവയ്ക്ക് പുറമെ നാട്ടി, ബദാമി, ഉർമാനി, ലക്ഷ്മൺ ഭോഗ്, ബങ്കനപ്പള്ളി, അമരപാലി, സിന്ദൂരി തുടങ്ങി 100 ഇനത്തിലുള്ള മാമ്പഴങ്ങൾ ഇവിടെയുണ്ട്. കുറഞ്ഞ വിലയ്ക്ക് മാമ്പഴങ്ങൾ വാങ്ങാനുള്ള അവസരമാണ് മേളയിൽ ഒരുക്കിയിരിക്കുന്നത്. മികച്ച പ്രതികരണമാണ് മേളയ്ക്ക് ലഭിക്കുന്നതെന്ന് അഗ്രികൾച്ചർ പ്രൊമോഷൻ സൊസൈറ്റിയുടെ ചെയർമാനും മാംഗോ ഫെസ്റ്റിന്റെ ഓർഗനൈസറും കൂടിയായ ഷമീർ വളവത്ത് പറഞ്ഞു. ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിലുള്ള മാമ്പഴങ്ങളും ഒന്നിച്ച് വരുത്തിക്കൊണ്ട് കർഷകരിൽ നേരിട്ട് വാങ്ങിക്കൊണ്ട് ഇവിടെ ഒരു മാമ്പഴ ഫെസ്റ്റായിട്ട് എല്ലാവർക്കും കാണാനും രുചിക്കാനും അവരുടെ രുചിക്കനുസരിച്ച് പർച്ചേസ് ചെയ്യാനുള്ള സജ്ജീകരണം നമ്മൾ ഒരുക്കി. 50 രൂപയാണ് പ്രവേശന ഫീസ്. 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ്. പ്രകൃതിദത്തമായ രീതിയിൽ പഴുപ്പിച്ച മാമ്പഴങ്ങളാണ് മേളയിലേക്ക് ആകർഷിച്ചതെന്ന് സന്ദർശകരുടെ അഭിപ്രായം. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഒത്തിരി മാങ്ങകളുണ്ട്. ഞങ്ങളിവിടെ അന്വേഷിച്ചു, മറ്റേ സാധനം പൊടിയൊക്കെ ഇട്ടതാണ്, അപ്പോൾ ഒന്നും ഇല്ലെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ആ ക്വാളിറ്റി അഷ്വർ ചെയ്തിട്ടാണ് അവരിവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ മേലധികാരികൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വളരെ നല്ല സാധനമാണ്. കുറേ ടേസ്റ്റ് നോക്കി നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. മറൈൻ ഡ്രൈവ് ഹെലിപ്പാഡ് ഗ്രൗണ്ടിൽ നടക്കുന്ന പരിപാടി ജൂൺ 4-ന് സമാപിക്കും. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരത്തിന് ആവേശമായി ഓസ്കർ ജേതാവ് MM കീരവാണി. മജീഷ്യൻ സിനിമയുടെ പൂജയ്ക്കായിട്ടാണ് കീരവാണി തലസ്ഥാനത്തെത്തിയത്. ചിത്രത്തിനു വേണ്ടി 3 ഗാനങ്ങൾ ഒരുക്കുന്ന അദ്ദേഹം പുതിയ സിനിമയ്ക്ക് മലയാളികളുടെ വലിയ പിന്തുണ പ്രതീക്ഷിക്കുന്നുവെന്ന് പറഞ്ഞു. ഇതുപോലെ ഒരു ഞായറാഴ്ച ആ ഒരു ഡോൾബി തിയേറ്ററിൽ 95ാം അക്കാദമി അവാർഡ് സമർപ്പണം ഒരുപക്ഷേ ആനന്ദാതിരേകത്തിന്റെ നിറച്ചാർത്തുകളായിരുന്നു ഇന്ത്യൻ മനസ്സിൽ വിതച്ചത്. ഓസ്കാർ തിളക്കത്തിൽ തലസ്ഥാനത്തെത്തിയ കീരവാണിയെ ലുലു മാളിൽ തടിച്ചുകൂടിയ ജനക്കൂട്ടം ഹർഷാരവത്തോടെയാണ് വരവേറ്റത്. മലയാളത്തിൽ സുഖവിവരം തേടിയ കീരവാണി ഖദീജയിലെ മനോഹര ഗാനം പാടി വീണ്ടും മനം കവർന്നു. ഗിന്നസ് പക്രു മുഖ്യവേഷത്തിൽ എത്തുന്ന മജീഷ്യൻ എന്ന സിനിമയുടെ പൂജയ്ക്കായാണ് കീരവാണിയും സിനിമാരംഗത്തെ പ്രമുഖരും എത്തിയത്. Rajamani sir to Rajamouli, it has been a very long journey, and I always cherish composing and listening to Malayalam songs, and this is my most passionate area. ഇത്രയും ജനങ്ങളുടെ അഭിമാനമായി മാറിയ കീരവാണി സാറ് അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിൽ കയ്യൊപ്പ് പതിയാൻ പോകുന്ന ഒരു ചിത്രത്തിൻ്റെ ഭാഗമാകാൻ ഒരു ചെറിയ നടനായ എനിക്ക് സാധിക്കുന്നു എന്നുള്ളത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഓസ്കാർ അവാർഡ് കിട്ടിയ ഒരു സന്തോഷമാണ്. വല്യത്ത് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ബേബി ജോൺ വല്യത്താണ് മജീഷ്യന്റെ നിർമ്മാണവും സംവിധാനവും. സാംശിവ മ്യൂസിക് ബാൻഡ് കീരവാണിക്കൊരുക്കിയ ആദരവും ശ്രദ്ധേയമായി. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് വൈദ്യുതി വാഹനങ്ങൾക്കായുള്ള ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് ഉപഭോക്താക്കളുടെ കൂട്ടായ്മ. നിലവിലെ സൗകര്യങ്ങൾ അപര്യാപ്തമായതിനാൽ വാഹന ഉടമകളുടെ കൂട്ടായ്മയിൽ കൂടുതൽ ചാർജിംഗ് സ്റ്റേഷനുകൾ. വീണ്ടും വാർത്തയിലേക്ക്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ LDF വിട്ടതോടെ കൊച്ചി കോർപ്പറേഷനിൽ ഇടതുമുന്നണി കൂടുതൽ പ്രതിരോധത്തിലായി.
ബ്രഹ്മപുരം മാലിന്യ വിഷയത്തിൽ മേയർ ഏകപക്ഷീയ നിലപാടുകൾ കൈക്കൊള്ളുന്നുവെന്നാണ് ചെയർമാൻ ടി.കെ. അഷ്റഫിന്റെ ആരോപണം. അതേസമയം ബ്രഹ്മപുരം പദ്ധതിയിൽ നിന്ന് കരാർ കമ്പനിയായ സോണ്ടയെ ഒഴിവാക്കുന്നത് ചർച്ച ചെയ്യുന്നതിനായി പ്രത്യേക കൌൺസിൽ യോഗവും ഇന്ന് ചേരും. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തം വലിയ പ്രതിസന്ധിയിലേക്കാണ് കൊച്ചി നഗരസഭാ ഭരണത്തെ തള്ളിവിട്ടത്. തീയണഞ്ഞെങ്കിലും അതിലെ രാഷ്ട്രീയ വിവാദങ്ങൾ തുടരുകയാണ്. ഇതിൽ ഒടുവിലത്തേതാണ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ടി.കെ. അഷ്റഫ് ഇടതുമുന്നണിയുമായുള്ള സഹകരണം അവസാനിപ്പിക്കുന്നത്. മേയറുടെ തീരുമാനങ്ങൾ കൂടിയാലോചനകളില്ലാതെയാണെന്നും ഇതിനാൽ മുന്നണി വിടുകയാണെന്നുമാണ് അഷ്റഫ് പറയുന്നത്. ഗവൺമെന്റ് ഇടപെടലുകൾ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനം എന്നാൽ അതിന്റെ അധികാരങ്ങളും അവകാശങ്ങളുണ്ട്. അവകാശം പൊതുസമൂഹത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ തീരുമാനത്തിന് എതിരുവന്നല്ലാതെ വേറൊന്നുമല്ല. മുസ്ലിം ലീഗ് സീറ്റ് നിഷേധിച്ചതുമൂലം റിബലായി മത്സരിച്ചു ജയിച്ച അഷ്റഫ് ഇടതുമുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനം നേടിയെടുത്തത്. ബ്രഹ്മപുരം തീപിടിച്ചപ്പോൾ മുംബൈയിൽ സെമിനാറിന് പോയതും വിവാദമായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഇടത് വലതു മുന്നണിക്ക് തുല്യ സീറ്റാണ്. അതുകൊണ്ട് തന്നെ ചെയർമാൻ സ്ഥാനം രാജിവെക്കാനും അഷ്റഫ് ഉദ്ദേശിക്കുന്നില്ല. ബ്രഹ്മപുരം പദ്ധതിയിൽ നിന്ന് സോണ്ടെ ഒഴിവാക്കുന്നത് ചർച്ച ചെയ്യുന്നതിനായുള്ള പ്രത്യേക കൌൺസിൽ യോഗം ഇന്ന് 3 മണിക്ക് കൊച്ചി കോർപ്പറേഷനിൽ ചേരും. തീരുമാനങ്ങൾ മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ കൌൺസിലിൽ അവതരിപ്പിക്കും. ന്യൂസ് 18 കൊച്ചി. ഇപ്പോൾ കിട്ടിയൊരു വാർത്തയിലേക്ക്. തൃശൂർ മാപ്രാണം ലാൽ ആശുപത്രിക്ക് സമീപം സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച 30 പേർക്ക് പരിക്ക്. ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. ഇരിങ്ങാലക്കുടയിൽ നിന്ന് തൃശൂരിലേക്ക് പോകുകയായിരുന്ന ഓർഡിനറി ബസ്സിന് പുറകിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബഫർ സോൺ പ്രശ്നം പരിഹരിക്കപ്പെട്ടപ്പോഴും പ്രതിസന്ധി തുടർന്ന എരുമേലിയിലെ പമ്പാവാലി ഏഞ്ചൽ വാലി മേഖലയിലെ ജനങ്ങൾക്ക് ആശ്വാസം. വനഭൂമി എന്നത് മാറി നിയമസാധ്യതയുള്ള പട്ടയം ഇവർക്ക് ലഭിക്കും. പട്ടയ വിതരണത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി ഇന്ന് നിർവഹിക്കും. ബഫർ സോൺ സമരം സംസ്ഥാനത്തൊട്ടാകെ ആളിപ്പടരുമ്പോൾ പമ്പാവാലി ഏഞ്ചൽ വാലി മേഖലയിലും പ്രതിഷേധം കടുത്തിരുന്നു. സംസ്ഥാനത്തൊട്ടാകെ പ്രശ്നത്തിന് പരിഹാരമുണ്ടായപ്പോഴും ഇവിടുത്തുകാരുടെ ദുരിതം തുടർന്നു. പെരിയാർ ടൈഗർ റിസർവിന്റെ ഭാഗമായ വനഭൂമി എന്നത് കാലങ്ങളായി രേഖകളിൽ തുടർന്നതോടെയാണ് പ്രതിസന്ധിയായത്. നിയമക്കുരുക്കുകളെല്ലാം പരിഹരിച്ച് പട്ടയങ്ങൾ ഇന്ന് വിതരണം ചെയ്യും. ഈ സർക്കാർ വന്നതിന് ശേഷം ഞാൻ MLA ആയി മത്സരിക്കുന്ന അവസരത്തിൽ പമ്പാവാലി ഏഞ്ചൽ വാലിക്കാർക്ക് വാഗ്ദാനം നൽകിയിരുന്നു. MLA ആയി തെരഞ്ഞെടുക്കപ്പെടുന്ന പക്ഷം നിങ്ങളുടെ പട്ടയം യാഥാർത്ഥ്യമാക്കി നൽകുമെന്ന്. അതൊന്ന് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്തും പട്ടയങ്ങൾ വിതരണം ചെയ്തിരുന്നു. എന്നാൽ നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെയായിരുന്നു ഇത്. ഫലത്തിൽ ഈ നടപടിക്ക് നിയമസാധുത ഇല്ലാതായി. മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയും അവരുടെ MPമാരും ഒക്കെ പങ്കെടുക്കുന്ന മഹത്തായ സമ്മേളനത്തിൽ വെച്ച് 1000 കുടുംബങ്ങളുടെ സ്വപ്ന സാഫല്യം സാക്ഷാത്കരിക്കപ്പെടുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴിയാണ് പട്ടയ വിതരണം ഉദ്ഘാടനം ചെയ്യുന്നത്. റവന്യൂ മന്ത്രി കെ രാജൻ, മന്ത്രി VN വാസവൻ ഉൾപ്പെടെ പ്രമുഖരുടെ വലിയൊരു നിര പരിപാടിയിൽ പങ്കെടുക്കും. ന്യൂസ് 18 കോട്ടയം. തീപിടിച്ച KMSCL ഗോഡൌണിലെ ബ്ലീച്ചിംഗ് പൗഡർ സാമ്പിളുകൾ മതിയായ ഗുണമേന്മയുള്ളതാണെന്ന് ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. തിരുവനന്തപുരത്തെ ഗോഡൌണിൽ നിന്നുള്ള സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. പരിശോധനാ ഫലം കഴിഞ്ഞ ദിവസം KMSCLന് ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം കൈമാറി. ഉയർന്ന ക്ലോറിൻ സാന്നിധ്യമാണ് തീപിടുത്തത്തിന് കാരണമെന്ന് അധികൃതർ ആവർത്തിക്കുന്നതിനിടെയാണ് ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. ബ്ലീച്ചിംഗ് പൗഡറിലെ ക്ലോറിന്റെ അളവാണ് പ്രധാനമായും ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം പരിശോധിച്ചത്. സംസ്ഥാനത്ത് വേനൽ മഴ ഇന്നും തുടരും. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 2 ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. ഇടിമിന്നലോട് കൂടിയ മഴയാകും ലഭിക്കുക. വരും ദിവസങ്ങളിലും ഒറ്റപ്പെട്ട മഴ തുടരും. കാലവർഷത്തിന് മുന്നോടിയായി കാറ്റിന്റെ ഗതി അനുകൂലമായി തുടങ്ങി. ഇന്ത്യൻ വ്യോമസേനയുടെ ശബ്ദാതിവേഗ യുദ്ധവിമാനങ്ങളായ തേജസ് ജെറ്റ് വിമാനങ്ങൾ ഇന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങും. കോയമ്പത്തൂരിലെ സുളൂർ വ്യോമസേന താവളത്തിൽ നിന്നുള്ള തേജസ് ലഘുപോർ വിമാനങ്ങളാണ് ഉച്ചയ്ക്ക് ശംഖുമുഖത്തെ വ്യോമസേനാ താവളത്തിൽ എത്തുക. 12:30 മുതൽ 3 മണി വരെ പോർ വിമാനങ്ങൾ തിരുവനന്തപുരത്തെ ആകാശപാതയിൽ പരിശീലന പറക്കൽ നടത്തും. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ചൈന സൈനിക ആധിപത്യം ഉറപ്പിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ്
സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി തേജസ് വിമാനങ്ങൾ എത്തുന്നതെന്നാണ് വിവരം. ജനതാ പാർട്ടികളുടെ ലയന നീക്കം വഴിമുട്ടിയിരിക്കെ ജനതാദൾ എസ് നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. LJD JDS ലയനം വേഗത്തിലാക്കാൻ നേരത്തെ ധാരണയുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴും പൂർണ്ണമായും വഴിമുട്ടിയ സ്ഥിതിയാണ്. JDS അധ്യക്ഷൻ HD ദേവഗൌഡയും മകൻ കുമാരസ്വാമിയും BJPയുമായി കൂടുതൽ അടുക്കുന്നതാണ് തടസ്സകാരണങ്ങൾ ഒന്ന്. ലയനശേഷമുള്ള പദവി പങ്കിടലിലും ഇരു പാർട്ടികളും തമ്മിൽ രൂക്ഷമായ തർക്കമുണ്ട്. മാത്യു ടി തോമസ്, K കൃഷ്ണൻകുട്ടി വിഭാഗങ്ങൾ തമ്മിൽ JDSനുള്ളിലും രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ദീപ മദന്റെ ചിത്രങ്ങളുടെ പ്രദർശനം കൊച്ചിയിൽ ആരംഭിച്ചു. കളമശ്ശേരി കേരള ഹിസ്റ്ററി മ്യൂസിയത്തിൽ നടക്കുന്ന പ്രദർശനം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ മാധ്യമങ്ങളിലായുള്ള 50ഓളം ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രകൃതിയും അതിന്റെ സൗന്ദര്യവുമാണ് ഭൂരിഭാഗം ചിത്രങ്ങളിലും നിറയുന്നത്. ചിത്രരചന ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ലാത്ത ദീപ പുസ്തകങ്ങളിലൂടെയാണ് ചിത്രകലയെ കൂടുതൽ അറിയുന്നതും പഠിക്കുന്നതും. പ്രദർശനം ഇന്ന് സമാപിക്കും. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.